ഹായ് ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാ. കണ്ടുകൊണ്ടിരിക്കുന്നവര് കുംഭനാന പറയുന്ന പോലെ നമ്മള് ഭക്ഷണം കഴിക്കണം. നമ്മൾ നമ്മളെ ഉരുട്ട പഠിപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാന്ന് ഇങ്ങനെ ചെറിയ കുട്ടികളെ കാണിച്ചു കൊടുക്കണ പോലെ എന്ന് പറയുന്ന പോലെ ഇപ്പൊ അങ്ങനെ ബർഗർ വലിയ വലിയ സംഭവങ്ങളിലൊക്കെ കഴിക്കണം. അതുകൊണ്ട് സാധാരണ ആനകളുടെ ആരും പറയുന്നില്ല. കാട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവര് സമാധാനപ്രിയരായിട്ടിരിക്കുന്നു. അതായത് കൊടുക്കുന്ന ഭക്ഷണം നമ്മളിപ്പോ എന്തെങ്കിലും കഴിക്കുമ്പോൾ വെറുതെ വാരി വലിച്ചിട്ട് എന്തെങ്കിലും അവരെപ്പോഴും സന്തോഷം കൊടുക്കുമ്പോൾ അവരുടെ കാട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് മതം വിളകിയിട്ടുള്ള ഒരു ആന അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ആനകളുടെ ആനകളിലൊക്കെ പ്രത്യേകത സമാധാനപരമായിട്ടാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അവരുടെ ചെവി നോക്കി കഴിഞ്ഞാൽ അറിയാം. പറയുന്ന കാര്യങ്ങൾ അതാണ്. ഇവരെപ്പോഴും കണ്ണിന് ഒരു സമാധാനം ചെവി കാട്ടി വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പൊ എനിക്കിത് വളരെ കൗതുകമായിട്ട് പ്രത്യേകം ഇത് എടുത്ത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോ കർക്കിടക മാസം വരാൻ പോണ ആനയൂട്ടൊക്കെ നമ്മുടെ കൂടി തന്നെ ആയിരിക്കണം തോന്നുന്നു. ക്ഷേത്രത്തിൽ നടക്കണ കണ്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതൊരു വലിയ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പടിയാണ് അത് വളരെ ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസുകളിൽ മരുന്നുകള് ഈ വളരെ അവർക്ക് കൊടുക്കുക നന്നായിട്ട്, അതായത് ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള ആനയൂട്ട് കാഴ്ചയായിട്ട് എന്റെ ഒരുവിധം എല്ലാ മാനകളുണ്ടായിരിക്കാറുണ്ട്. പൊതുവെ അവരോട് താല്പര്യമുണ്ട്. ഇത്രയും വലിയൊരു ജീവി അല്ലെങ്കിൽ ഇത്രയും മനുഷ്യൻ അവരുടെ കവയ്ക്കുള്ളിൽ വെച്ച് കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ അവരെ അനുസരണയോട് കൂടിയിട്ട് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ അതിനെ പരിചരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആനകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതിന് വിശ്രമം കൊടുക്കുക, അതുപോലെ തന്നെ വെള്ളം, ചൂടുള്ള സമയം വളരെ ഡേഞ്ചറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു